കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാറ്റൊലി 90.4. കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. സിവിൽ സർവീസ് നിങ്ങൾക്കും സ്വന്തമാക്കാം. ഈ പരിപാടിയിൽ ഇന്ന് സബ് കളക്ടർ NSK ഉമേഷ് IASുമായി വിബ്ജ്യോർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ജെയിംസ് KA നടത്തുന്ന അഭിമുഖത്തിന്റെ 1-ാം ഭാഗം കേൾക്കാം. സിവിൽ സർവീസ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെയും ഒരു ഡ്രീമാണ് സിവിൽ സർവീസ്, അല്ലേ? അപ്പോൾ സിവിൽ സർവീസിൽ സാധാരണ എന്തൊക്കെയാണ് വരാറുള്ളത്? ഏതൊക്കെ ഫീൽഡിലാണ് സിവിൽ സർവീസ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്, സർ? സിവിൽ സർവീസസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സിവിൽ സർവീസസ് ഡിഫൈൻ ചെയ്യുന്നത് UPSC കണ്ടക്ട് ചെയ്യുന്ന സിവിൽ സർവീസ് എക്സാം, പിന്നെ UPSC ഫോറസ്റ്റ് സർവീസ് വേണ്ടി കണ്ടക്ട് ചെയ്യുന്ന എക്സാം, ഇതെല്ലാം ഉൾപ്പെടുത്തി നോക്കിയാൽ പ്രാധാന്യമായിട്ടുള്ള സിവിൽ സർവീസ് നോക്കിയാൽ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ്, ഇന്ത്യൻ ഫോറിൻ സർവീസ്, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, പിന്നെ ഇന്ത്യൻ റവന്യൂ സർവീസ്, പിന്നെ റെയിൽവേസ്, ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ്, കുറേ സർവീസ് ഉണ്ട്. ഈ ഇന്ത്യൻ്റെ ഒരു ജയൻറ്റ് വീൽ എന്ന് വെച്ചാൽ അതിലുള്ള ചെറിയ ചെറിയ വൈറ്റൽ കോഗ്സ് ഈ സർവീസസ് ആണ്. ഒരു ജില്ലയിൽ ഇപ്പോൾ എടുത്താൽ ഐ എം സബ് കളക്ടർ, ഒരു IAS ഓഫീസറാണ്. ഇപ്പോൾ SP സൂപ്രണ്ടന്റ് ഓഫ് പോലീസ്, ഒരു IPS ഓഫീസറാണ്. DFO ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ മാനന്തവാടി, അവർ ഒരു ഫോറസ്റ്റ് സർവീസ് ഓഫീസറാണ്. പിന്നെ നമ്മുടെ കൺട്രിയുടെ പ്രതിനിധിയായിട്ട് മറ്റു കൺട്രികളിലെ അംബാസിഡറായിട്ടോ ഹൈ കമ്മീഷണറായിട്ടോ ഉള്ളത് ഒരു ഫോറിൻ സർവീസ് ഓഫീസറാണ്. ഇപ്പോൾ IAS എടുത്താൽ ഏറ്റവും അറിഞ്ഞ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ കളക്ടർ. ബട്ട് ആക്ച്വലി IASൽ ഏറ്റവും താഴെയിലുള്ള പോസ്റ്റുകളാണ് ഈ സബ് കളക്ടർ എന്ന് പറയുന്നത്. ബിക്കോസ് ജനങ്ങളോട് കൂടുതൽ ബന്ധമുള്ള പോസ്റ്റുകളാണ്. പക്ഷേ പോളിസി എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു പോസ്റ്റാണ് കളക്ടർ എന്ന് വെച്ചാൽ. പോളിസി തന്നെ ഫോർമുലേറ്റ് ചെയ്യുന്നതും IAS ഓഫീസേഴ്സാണ്. നമുക്കറിയാം 3 വിങ്സാണ് ഉള്ളത് ഗവൺമെൻറ്: ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. അതിൽ എക്സിക്യൂട്ടീവിൽ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്, പെർമനൻറ്റ് എക്സിക്യൂട്ടീവ്. പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ മിനിസ്റ്റേഴ്സ്, അവർ 5 വർഷത്തിന് വൺസ് മാറും. പെർമനൻറ്റ് എക്സിക്യൂട്ടീവ് പറയുന്നത് ഇതുപോലെ ബ്യൂറോക്രസി, IAS ഓഫീസേഴ്സ്. ഫോർ എക്സാമ്പിൾ, ഏറ്റവും ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് വെച്ചാൽ ഒരു ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഡയറക്ടർ ഒരു IAS ഓഫീസറായിരിക്കും. അതുപോലെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറി ഒരു IAS ഓഫീസറായിരിക്കും. ആ ടൂറിസം പ്രോജക്റ്റ് താഴെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന കളക്ടറും ഒരു IAS ഓഫീസറായിരിക്കും. സോ ഒരു പോളിസി ഫോർമുലേറ്റ് ചെയ്യുന്നത് മുതൽ താഴെത്തട്ടിൽ ഒരു ലോവർ മോസ്റ്റ് ലെവലിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് വരെ IAS ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഞാനൊരു ആദ്യം തന്നെ നമ്മളിന്ന് ചർച്ച ചെയ്യുമ്പോൾ നമുക്കൊരു പ്രേക്ഷകർക്കൊക്കെ ഒരു കൗതുകം ഉണ്ടാവും. മറ്റ് രാജ്യങ്ങളിലെ സിവിൽ സർവീസിന് തുല്യമായിട്ടുള്ള കാര്യങ്ങളും ഇന്ത്യയും തമ്മിൽ എന്തെങ്കിലും വലിയ ഡിഫറൻസ് ഉണ്ടോ? കാരണം എല്ലാ രാജ്യങ്ങളിലും ഇതേപോലെ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസ് ഉണ്ടാവുമല്ലോ. അത് വെച്ചിട്ട് ശരിക്കും വലിയ, കാരണം നമ്മൾ കേൾക്കുമ്പോൾ ഇൻ്റർനാഷണലി ഇപ്പം UN പോയിട്ട് വർക്ക് ചെയ്യുന്ന അണ്ടർ സെക്രട്ടറി വരെത്തെ ശശി തരൂരിനെ പോലത്തെ ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള യങ് പ്രൊഫഷണൽസിൻ്റെ വെച്ചിട്ട് നമുക്കിപ്പം അതാണോ അതോ നമ്മുടെ ഇന്ത്യയിലെ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്നതാണോ കുട്ടികൾക്ക് ഏറ്റവും എളുപ്പമായിട്ട് സാധാരണയുള്ളത്? അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിലുള്ള സിസ്റ്റവുമായിട്ട് ഇന്ത്യയിലെ സിസ്റ്റത്തിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? വ്യത്യാസം എന്ന് പറഞ്ഞാൽ വേൾഡ് മൊത്തം ബ്യൂറോക്രസി സെയിം ആണ്. ഒഫീഷ്യൽസ് ഈ റെഡ് ടേപ്പിസം എന്ന് പറയും, നെഗറ്റീവായിട്ടും പറയും, പോസിറ്റീവ്സ് ആയിട്ടും പറയും. അത് എല്ലാ കൺട്രിയിലും. ഫ്രാൻസ് എടുത്താലും നിങ്ങൾ നോക്കിയാൽ ബ്യൂറോക്രാറ്റ് വേർഡ്സ് റൂട്ട്സ് നോക്കിയാൽ തന്നെ നിങ്ങൾക്കറിയാം യൂറോപ്യൻ റൂട്ട്സ് ആണ്. ഐ എം നോട്ട് ഷുവർ വെദർ ഇറ്റ്സ് ഫ്രഞ്ച് ഓർ ജർമ്മൻ, ഫ്രഞ്ചെന്ന് തോന്നുന്നു. പക്ഷേ എനിക്ക് പറയാനുള്ളത് എല്ലാ കൺട്രിയിലും ഈ സിസ്റ്റം റൺ ചെയ്യുന്നത് ഒഫീഷ്യൽസ് ആണ് അണ്ടർ പൊളിറ്റിക്കൽ ബോസസ്. ബിക്കോസ് ജനാധിപത്യം ഈ 20th സെഞ്ച്വറിയിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കീ വേർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോക സമൂഹത്തിൽ ഡെമോക്രസി. സോ ബോസസ് പൊളിറ്റിക്കൽ ബോസസ് ആണ്. അത് അമേരിക്കയിൽ പ്രസിഡന്റ് ആയിരിക്കും, ഇന്ത്യയിൽ പ്രൈം മിനിസ്റ്റർ ആയിരിക്കും, ഒவ்வொரு കൺട്രിയിലും ജർമ്മനിയിൽ ചാൻസലർ ആയിരിക്കും. പക്ഷേ ഏത് പേര് വെച്ചാലും അത് ബ്യൂറോക്രാറ്റ്സ് മുഖാന്തരമാണ് നടക്കുന്നത്. സോ വ്യത്യാസം നോക്കിയാൽ ഒന്നുമില്ല. പൊളിറ്റിക്കൽ ബോസസ് മാറും, പൊളിറ്റിക്കൽ ബോസസ് സെലക്ട് ആകുന്ന രീതി മാറും, പക്ഷേ ഇത് മാറില്ല. നമുക്കിത് കൂടുതലായിട്ട് സിവിൽ സർവീസിലോട്ടൊക്കെ വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ചെറിയ കുട്ടികൾ തൊട്ട് ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ അതുകൊണ്ട് സാറിനോടൊരു അല്പം ഒരു പേഴ്സണൽ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ശരിക്കും സാറിന് ഇത്ര ചെറുപ്പം തൊട്ടാണ് ശരിക്കും സിവിൽ സർവീസിനോടൊരു ആഗ്രഹം തോന്നിയത്? ഇല്ല, അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. ബിക്കോസ് IAS കേട്ടിട്ടുണ്ട്. എൻ്റെ ഫാമിലിയിൽ പറയും, എൻ്റെ ടീച്ചേഴ്സ് പറയും IAS ആകണമെന്ന്. ഫുൾ അങ്ങനെ ഒന്നും ആലോചിച്ചിട്ടില്ല. എനിക്ക് കോളേജിലാണ് ഒരു ക്ലാരിറ്റി കിട്ടിയത്. ഞാൻ ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റാണ്. ഞാനൊരു ബാഡ് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അറ്റ് ദ സെയിം ടൈം എൻ്റെ കോളേജിൽ എൻ്റെ സീനിയർ മിസ്റ്റർ അരുൺകുമാറിന് ഒരു സീനിയർ ഉണ്ടായിരുന്നു. അവർ അപ്പോൾ പഠിച്ചുകൊണ്ടിരുന്നു IAS എക്സാം വേണ്ടി. സോ അവരുടെ റൂം പോകുമ്പോൾ, ഹോസ്റ്റലിൽ അവരുടെ റൂം പോകുമ്പോൾ ഹിസ്റ്ററി ബുക്സ്, ജോഗ്രഫി ബുക്സ് എനിക്ക് വളരെ ഒരു സർപ്രൈസായി. ബിക്കോസ് ഞങ്ങൾ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് സ്റ്റുഡൻസ് ആണ്. ഇലക്ട്രോണിക്സ് പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് ഹിസ്റ്ററി ബുക്കും ജോഗ്രഫി ബുക്കും അത് വെച്ചിട്ട് എന്താ ചെയ്യുന്നത് രാത്രി സമയത്ത്, എനിക്കൊരു സർപ്രൈസ്. പിന്നെയാണ് അത് പറഞ്ഞത് ഇങ്ങനെ എക്സാം ഇതുകുറിച്ച്. എനിക്ക് IAS സർവീസ് അത് കാട്ടിലും ഈ എക്സാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയി. ബിക്കോസ് എനിക്ക് പോളിറ്റിക്സ്, ഹിസ്റ്ററി, എക്കണോമിക്സ് വളരെ താല്പര്യമുണ്ട്. ആ സബ്ജക്ട്സിൽ വളരെ താല്പര്യമുണ്ട്. സോ അങ്ങനെ തുടങ്ങിയതാണ്. ചെറുപ്രായം തൊട്ട് കുറേ പേർ പറഞ്ഞിട്ടുണ്ട് IAS എല്ലാം പഠിക്കണം. ബിക്കോസ് എനിക്ക് റീഡിങ് ഹാബിറ്റ് കൂടുതലുണ്ട്. ജനറലി റീഡിങ് ഹാബിറ്റ് കൂടുതലുണ്ടെങ്കിൽ ഇന്ത്യൻ ഫാമിലീസിൽ പറയും IASൽ കയറണമെന്ന് പറയും. പക്ഷേ ആക്ച്വൽ
ഇൻട്രസ്റ്റ് എനിക്ക് തുടങ്ങിയത് 2010 കോളേജ് തേർഡ് ഇയറിലാണ് തുടങ്ങിയത്. അപ്പോൾ ശരിക്കും നമ്മളിപ്പോൾ സാറ് റീഡിങ് ഹാബിറ്റും രണ്ടും കൂടി പറഞ്ഞപ്പോൾ തന്നെ നമുക്കൊരു കാര്യം, ഞങ്ങളിങ്ങനെ കേട്ടിട്ടുള്ള കാര്യം, 2 തരത്തിലുള്ള എക്സാം അഥവാ 2 ലെവൽ എക്സാം ഇയേഴ്സിനുണ്ട്, പ്രിലിമിനറി, മെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 2 എക്സാമിലും ശരിക്കും എങ്ങനെയാണ്? പ്രിലിമിനറി പാസ്സായാൽ മാത്രമേ മെയിനിലോട്ട് പോകാൻ പറ്റുള്ളൂ, അതോ അത് 2ആയിട്ട് എഴുതാൻ പറ്റുമോ? അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി തരുമോ സാർ? സിവിൽ സർവീസസ് എക്സാമിൽ 3 തരത്തിലാണ് എക്സാം ഉള്ളത്: പ്രിലിംസ്, മെയിൻസ്, ഇൻ്റർവ്യൂ. സോ പ്രിലിംസ് പാസ് ചെയ്താൽ മാത്രമേ മെയിൻസ് പോകാൻ പറ്റും. അതുപോലെ തന്നെ മെയിൻസ് പാസ്സായാൽ ഇൻ്റർവ്യൂവിൽ പാസ്സായാൽ സർവീസ് കിട്ടും. ഫെയിലായാൽ അഗെയിൻ ആദ്യം മുതൽ തുടങ്ങണം. മറ്റ് എക്സാമിലും ഇതിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, ഒരു കോളേജ് എക്സാം എഴുതും, 1 മാസത്തിൽ റിസൾട്ട് വരും, കഴിഞ്ഞു, നെക്സ്റ്റ് ആൻഡ് അവസാനം ഒരു ഡിഗ്രി കിട്ടും. ഈ എക്സാം അങ്ങനല്ല, ആൻഡ് ഇറ്റ്സ് എ ലോങ് പ്രോസസ്സ്. 1 വർഷമാവും. ഞാൻ എഴുതിയ എക്സാം 2014 ഓഗസ്റ്റിൽ ഞാൻ പ്രിലിംസ് എഴുതി, പിന്നെ അത് പാസ്സായി. ഒക്ടോബറിൽ റിസൾട്ട് വന്നു, ഡിസംബറിൽ മെയിൻസ് എഴുതി, പിന്നെ അത് മാർച്ചിൽ റിസൾട്ട് വന്നു, പിന്നെ മെയിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, പിന്നെ ജൂലൈയിൽ റിസൾട്ട് വന്നു. ടേക്സ് 1 ഇയർ, 1 വർഷം മൊത്തം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അതാണ് ഇതിലുള്ള പ്രത്യേകത. പ്രിലിമിനറി എക്സാമിന് വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും ഒരു കുട്ടി എത്ര കാലത്തെ ഒരു പ്രാക്ടീസ് അതിൻ്റെ പുറകിൽ വേണം? അങ്ങനെയുണ്ടോ? അങ്ങനെ പറയാൻ പറ്റില്ല. അത് ഒരു ആളിൻ്റെ പ്രത്യേകത കുറിച്ച് അത് മാറും. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഇപ്പോൾ ഈ പ്രോഗ്രാം കേൾക്കുന്നത് കുറേ സ്കൂൾ കുട്ടികളായിരിക്കും. അവർക്ക് ഈ എക്സാം കുറിച്ചൊരു താല്പര്യം ഇപ്പോൾ തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ന്യൂസ് പേപ്പർ വായിക്കണം. അത് എനിക്ക് ഉണ്ടായിരുന്നു. ഒരു ന്യൂസ് പേപ്പർ മൊത്തം വായിച്ചിട്ടില്ലെങ്കിലും ഒരു ഏത് സമയത്തും 2002 ഞാൻ അപ്പോൾ 7th സ്റ്റാൻഡേർഡ്. അപ്പോൾ എന്താണ് ഇമ്പോർട്ടൻറ്റ് ന്യൂസ്? അപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക വാറെല്ലാം ഉണ്ടായിരുന്നു, 9/11 അറ്റാക്ക് ഉണ്ടായിരുന്നു. അതുപോലെ ആ സമയത്ത് 2003, 2004 വാജ്പേയി ഗവൺമെൻറ് ലൂസ് ചെയ്തു, മൻമോഹൻ സിംഗ് പ്രൈം മിനിസ്റ്ററായി. നമ്മൾ ന്യൂസ് പേപ്പർ വായിച്ചിട്ടില്ലെങ്കിൽ മൊത്തം ഒരു ഐഡിയ ഉണ്ടാവണം. ഒരു വേൾഡ് മൊത്തം എന്താ നടക്കുന്നുണ്ട്, ഇന്ത്യ മൊത്തം എന്താ നടക്കുന്നുണ്ട്, അത് ആവശ്യം. പിന്നെ പ്രിലിംസിന് എത്ര സമയം വേണം ചോദിച്ചാൽ ജീവിതം മൊത്തം മതിയാവില്ല. ബിക്കോസ് എക്സാമിന് സിലബസിന് ഒന്നുമില്ല. ജനറൽ സ്റ്റഡീസിന് പറഞ്ഞാൽ ഹിസ്റ്ററി എനിത്തിങ് ചോദിക്കാം, ജോഗ്രഫി എനിത്തിങ്, അതുപോലെ എക്കണോമി, കൾച്ചർ, സയൻസ്, എൻവിറോൺമെൻറ്റ് എനിത്തിങ്. ഇങ്ങനെ ഉള്ളപ്പോൾ ഇതിനൊരു ടൈമില്ല. പക്ഷേ ഇതിന് ഒരു ഓറിയൻറ്റേഷൻ, മൈൻഡ് ഒരു ഓറിയൻറ്റ് ആവണം. അതിന് സ്കൂൾ പ്രായം തൊട്ട്, എസ്പെഷ്യലി ഒരു 9th സ്റ്റാൻഡേർഡ് കുട്ടി തന്നെ അപ്പോൾ മുതൽ ന്യൂസ് പേപ്പർ വായിക്കാൻ തുടങ്ങണം. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഈ എക്സാമിന് ബേസിക്സ് എന്ന് പറഞ്ഞാൽ സ്കൂൾ ബുക്സ് ആണ്. സോ സ്കൂൾ ബുക്സ് എനിവേ സ്കൂൾ കുട്ടികളല്ലേ. സോ സ്കൂൾ കുട്ടികൾ സ്കൂൾ ബുക്സ് ഫ്യൂച്ചറിൽ യൂസ് ആകില്ല എന്നൊരു തോന്നലില്ലാതെ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ എക്സാമിന് ഒരു മനസ്സ് വെച്ച്, എസ്പെഷ്യലി ഹ്യൂമാനിറ്റി സബ്ജക്ട്സ്, ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, കൾച്ചർ, പോളിറ്റി, കോൺസ്റ്റിറ്റ്യൂഷൻ, ഇതെല്ലാം പഠിക്കണം. സോ സമയം പറയാൻ പറ്റുന്നില്ല. പക്ഷേ സ്കൂൾ ടൈം മുതൽ ആ ഓറിയൻറ്റേഷൻ, ന്യൂസ് പേപ്പർ, ലോകത്തെക്കുറിച്ച് ഒരു ധാരണ, അത്. നമുക്ക് പരീക്ഷ എഴുതാൻ വേണ്ടി ഒരു മിനിമം ആൻഡ് മാക്സിമം ഏജ് ഉണ്ടോ? മിനിമം ഏജ് 21 ഉള്ളത്. ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് യു ഷുഡ് ഹാവ് എ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഫ്രം എ സർട്ടിഫൈഡ് യൂണിവേഴ്സിറ്റി. ഈ 2 ഉള്ളത്. അതൊരു ഡേറ്റ് ഉണ്ടാവും. ആ എക്സാം അപ്ലൈ ചെയ്യുമ്പോൾ അത് മനസ്സിലാവും. ഈ ഡേറ്റിൽ 21 പൂർത്തിയായിരിക്കണം. ഇപ്പം ലിമിറ്റ് മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ കാറ്റഗറി മാറും. ജനറൽ കാറ്റഗറി, OBC, SC, ST 4 കാറ്റഗറിയിലാണ് ഉള്ളത്. 32 ജനറൽ, OBC 35, SC, ST കാറ്റഗറി പ്രായമില്ല. നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്, 6, 9 അങ്ങനെ. പക്ഷേ ഇതിലൊരു കാര്യം, ഇത് മാറിക്കൊണ്ടേയിരിക്കും. നമ്പർ ഓഫ് അറ്റംപ്റ്റ്സും അപ്പർ ഏജ് ലിമിറ്റും 2-3 വർഷം വൺസ് മാറിക്കൊണ്ടേയിരിക്കും. ബിക്കോസ് കൂടുതൽ ഡിമാൻഡ് വരുന്നുണ്ട്. അതൊരു പൊളിറ്റിക്കൽ ഡെസിഷൻ ആയിരിക്കും. സോ അതുകൊണ്ട് അത് ഫിക്സഡ് ആയിട്ട് വെക്കാതെ 21 മിനിമം ഏജ് മാത്രം ഓർത്ത് പഠിക്കാൻ തുടങ്ങിയാൽ മതി. ആൻഡ് 6 അറ്റംപ്റ്റ്സ് ഉണ്ട്. ഇത് കുറയ്ക്കാനും ഒരു ശ്രമം നടത്തുന്നുണ്ട്. ബിക്കോസ് എനിക്ക് പറയാനുള്ളത്, സുഭാഷ് ചന്ദ്രബോസ് അവർ സിവിൽ സർവീസ് പാസ് ചെയ്തപ്പോൾ മാക്സിമം ഏജ് തന്നെ 21 ആയിരുന്നു. പിന്നെ 23 ആക്കി, 25 ആക്കി, 30 ആക്കി, 32 വരെ കൊണ്ടുപോയി ഇപ്പോൾ. സോ അത് കുറയാൻ നിതി ആയോഗ് ഉണ്ടല്ലോ, നിതി ആയോഗിൻ്റെ ഒരു റിപ്പോർട്ട് പ്രകാരം 26, 27 ആക്കണം എന്നാണ് ഒരു തീരുമാനം ഉള്ളത്. മേ ബി ഇലക്ഷന് ശേഷം ഒരു തീരുമാനം അതിലുണ്ടാവും. സോ അപ്പർ ഏജ് ലിമിറ്റിൽ അത് മാറിക്കൊണ്ടേയിരിക്കും. 2 years വൺസ് മാറിക്കൊണ്ടിരിക്കും. ബിക്കോസ് ഞാൻ 3 വർഷം മുന്നേ പാസ് ചെയ്ത് ഇപ്പോൾ എന്താണെന്ന് പോലും എനിക്കറിയില്ല. ബട്ട് മാറും. ലോവർ ഏജ് ലിമിറ്റ് മാറില്ല. 21 ആൻഡ് ഡിഗ്രിക്ക് എടുക്കുന്ന സബ്ജക്റ്റും മെയിൻ എടുക്കുന്ന സബ്ജക്റ്റും സെയിം ആകണമെന്ന് എന്തെങ്കിലും ഉണ്ടോ? യെസ്. ഇതിൽ ഇമ്പോർട്ടൻറ്റ് തിങ് എന്താണെന്ന് പറഞ്ഞാൽ, പ്രിലിംസിൽ ഏത് സബ്ജക്റ്റും ഇല്ല, ജനറൽ നോളജ് ആണ്. ബട്ട് മെയിൻസിൽ ഏറ്റവും താല്പര്യമുള്ള ഒരു സബ്ജക്റ്റ് എടുത്ത് പഠിക്കണം. ഞാൻ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആണ്. പക്ഷേ ഇലക്ട്രോണിക്സിന് ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് ഇല്ല. സോ ഞാൻ എടുത്ത ഓപ്ഷണൽ സബ്ജക്റ്റ്, ഞാൻ പറഞ്ഞതുപോലെ പോളിറ്റിക്സ് എനിക്ക് ഇൻട്രസ്റ്റ് ആയിരുന്നു. സോ പൊളിറ്റിക്കൽ സയൻസ് ഞാൻ ഓപ്ഷണൽ എടുത്തു. സോ ഇതിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ഡിഗ്രി സബ്ജക്റ്റും ഓപ്ഷണൽ സബ്ജക്റ്റും സെയിം ആയിരിക്കണമെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒന്നും ആവശ്യമില്ല. ബിക്കോസ് ഈ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും ഒരു കോളേജിൽ ഡിഗ്രി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും കുറേ വ്യത്യാസം ഉണ്ടാവും. ഇത് കുറച്ച് ജനറൽ ആയിട്ടുണ്ടാവും. കുറച്ച് അനലിറ്റിക്കലായിട്ട് ചിന്തിക്കുന്ന ആൻസേഴ്സ് ഉണ്ടോ എന്ന് നോക്കുമ്പോൾ മാത്രം സബ്ജക്ട് ഡെപ്തോട് കൂടി ഒരു അനലിറ്റിക്കൽ മൈൻഡും ഉണ്ടോ അങ്ങനെ ചിന്തിക്കും. സോ ഐ തിങ്ക് ഇതിൽ ഡിഗ്രി സബ്ജക്റ്റിനും ഓപ്ഷണൽ സബ്ജക്റ്റിനും ഒരു റിലേഷൻ വേണമെന്ന് ആവശ്യമില്ല. ബിക്കോസ് എൻ്റെ ബാച്ച്, ഞാൻ IAS 2015 ബാച്ചിൽ 180 പേരുണ്ട്. അതിൽ മോർ ദൻ 120-130 എഞ്ചിനീയേഴ്സും ഡോക്ടേഴ്സും MBA ആണ്.
അവർ ആരും അവരുടെ സബ്ജക്റ്റ് എടുത്തവരില്ല. ആ ഒരു സബ്ജക്റ്റ് എടുത്തവർ 5-6 പേരും ഉണ്ടാവും. ബാക്കി എല്ലാവരും, ഇതാണ് ഇമ്പോർട്ടൻറ്റ് തിങ് എനിക്ക് പറയാനുള്ളത്, ഓപ്ഷണൽ സബ്ജക്ട്സിന് എടുത്താൽ ലിറ്ററേച്ചർ, തമിഴ്നാട്ടിൽ തമിഴ് ലിറ്ററേച്ചർ ആയിരുന്നു, കേരള സ്റ്റുഡൻസിന് മലയാളം ലിറ്ററേച്ചർ, അതാണ് ഫസ്റ്റ് ബെസ്റ്റ് ഓപ്ഷണൽ. ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, ജിയോഗ്രഫി, സോഷ്യോളജി, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ബിക്കോസ് ഈ സബ്ജക്ട്സിൽ ഇതിലുള്ള ഇമ്പോർട്ടൻറ്റ് തിങ് എന്താണെന്ന് പറഞ്ഞാൽ, ഹിസ്റ്ററി ഡിഗ്രി പഠിച്ചിരിക്കണമെന്ന് ആവശ്യമില്ല ഹിസ്റ്ററി പഠിക്കാൻ. ഹിസ്റ്ററി ഈസി അല്ലേ? ഈസി മീൻസ് ഒരു 4-5 മാസം നമ്മൾ തന്നെ എഫേർട്ട് എടുത്ത് പഠിച്ചാൽ പാസ് ചെയ്യണം. ബിക്കോസ് ഹിസ്റ്ററി UG പഠിച്ചാലും പഠിച്ചിട്ടില്ലെങ്കിലും ഗാന്ധിയെ പഠിക്കുന്നത് ഈസിയാണ്. അതുപോലെ തന്നെ ജോഗ്രഫി സെമി സയൻറ്റിഫിക് ആണ്, പക്ഷെ അതും ഈസിയാണ്. ഒരു ഡിഗ്രി പോലും ഇല്ലാതെ തന്നെ ഈ 6 സബ്ജക്ട്സ് പഠിക്കാൻ പറ്റും. അങ്ങനെ പഠിച്ചവരാണ് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും. 90% ഇങ്ങനെ ഡിഗ്രിക്ക് ഒരു ബന്ധവും ഇല്ലാതെ സബ്ജക്റ്റ് എടുത്ത് പഠിച്ചവരാണ്. പരീക്ഷയെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് സാധാരണ PSC ആയിക്കോട്ടെ, ബാക്കിയുള്ള ഓരോ എക്സാം, കോമ്പറ്റേറ്റീവ് എക്സാമിനല്ല, നമ്മൾ സാധാരണ ചെയ്യുന്നത് നമ്മൾ പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്ത് പഠിക്കുക എന്നുള്ളൊരു മെത്തേഡാണ്. അപ്പം ഇങ്ങനെ ഒരു മെത്തേഡിലൂടെ പോകുന്നത് കൊണ്ട് സിവിൽ സർവീസിൽ പാസ്സാകാൻ സാധിക്കും? ഇല്ല, ആക്ച്വലി അങ്ങനെ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. 2010 വരെ ഈ എക്സാമിൻ്റെ രീതി വേറെ പോലെ ആയിരുന്നു. ബിക്കോസ് അപ്പോൾ ഇൻ്റർനെറ്റ് ഇല്ല, ലിമിറ്റഡ് റിസോഴ്സസ് ആയിരുന്നു. സോ അപ്പോൾ ക്വസ്റ്റ്യൻസ് എല്ലാം റിപ്പീറ്റ് ആകാൻ സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ 2011 ശേഷം ഒരു ഇൻഫർമേഷൻ ഏജായി. എല്ലാവരുടെ ഫോണുണ്ട്, എല്ലാവരുടെ ലാപ്ടോപ്പ്, ഇൻ്റർനെറ്റ്. സോ ക്വസ്റ്റ്യൻ പേപ്പർ വളരെ ടഫാകാൻ തുടങ്ങി. 2012 എല്ലാം ഇപ്പോൾ ഞാൻ പാസ് ചെയ്ത എക്സാം തന്നെ പറയാം. ഞാൻ 2025 മാർക്സിന് ഞാൻ എടുത്ത മാർക്ക് 960 ഉള്ളൂ. ഞാൻ 77th റാങ്കാണ് ഇന്ത്യയിൽ. ഫസ്റ്റ് റാങ്ക് എടുത്ത ലേഡി ഇറ ശിംഗൽ അവരുടെ പേര്, അവരും 1000 മാർക്സ് 1100 എന്തോ. സോ 2000 മാർക്കിന് 1000 മാർക്ക് എടുത്താൽ വേറെ ഏത് എക്സാമിലും ഒരു റെസ്പെക്ട് ഉണ്ടാവില്ല. പക്ഷേ IAS എക്സാമിൽ അതാണ് ഫസ്റ്റ് മാർക്ക്. വൈ ഇത് പറയുന്നത് മീൻസ് ലാസ്റ്റ് 7-5-6 ഇയേഴ്സ് ആയിട്ട് വളരെ ടഫായിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആകുന്ന സാധ്യത വളരെ കുറവാണ്. ബിക്കോസ് ചോദിക്കാൻ പുതിയ ടോപ്പിക്സും പുതിയ ആവശ്യങ്ങളും പുതിയ എന്താ പറയുക ഡിസിപ്ലിൻസും ഡെയിലി ഉരുവാക്കിക്കൊണ്ടിരിക്കുകയാണ്. എക്സാമിന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിന് കട്ട് ഓഫ് മാർക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, കട്ട് ഓഫ് മാർക്ക് ആളുകൾ എഴുതുന്നത് അനുസരിച്ച് തീരുമാനിക്കും. ഡിപ്പെൻഡ്സ് ഓൺ ദ ക്വസ്റ്റ്യൻ പേപ്പർ. പ്രിലിംസ് 6 ലക്ഷം പേർ എഴുതും. കട്ട് ഓഫ് അല്ല, അവർ തീരുമാനിച്ചിരിക്കും ഈ വർഷം ഇത്ര വേക്കൻസി. സോ ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് ടേക്ക് 2019 സിവിൽ സർവീസ് എക്സാമിന് 1000 വേക്കൻസി. സോ അവർ എന്ത് തീരുമാനിക്കും മീൻസ് 1000 × 14,000 പേർ പ്രിലിംസ് പാസ്സാകണം. അങ്ങനെ അവർ തീരുമാനിക്കും. സോ അതാണ് അവരുടെ കട്ട് ഓഫ്. സോ ടോപ്പ് 14,000 നോക്കും. 14,000 ഏത് മാർക്കോ അതാണ് കട്ട് ഓഫ്. സോ ഒவ்வொரு വർഷവും കട്ട് ഓഫ് മാറും. ഫോർ എക്സാമ്പിൾ അഗെയിൻ എൻ്റെ എക്സാമ്പിൾ തന്നെ പറയാം. 2013 ഞാൻ പ്രിലിംസിൽ 400-ന് 235 എടുത്തു, ഞാൻ ഫെയിൽ. 2014 400-ന് ഞാൻ 280 എടുത്തു, ഞാൻ പാസ്. കട്ട് ഓഫ് ആളുകൾ ആ വർഷത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എത്ര ടഫാണ്, എത്ര പേർ എങ്ങനെ എഴുതി, അതാണ് തീരുമാനിക്കുന്നത്. ആൻഡ് വേക്കൻസി ഇതാണ് തീരുമാനിക്കുന്നത് കട്ട് ഓഫ്. പിന്നെ എക്സാമിനേഷൻസിൻ്റെ ടൈമിംഗ് ഒന്ന് പറയാൻ സാധിക്കുമോ സാർ? നമുക്ക് ഓരോന്നിൻ്റെയും ടൈം എത്ര മണിക്കൂറാണ് പ്രിലിമിനറിയുടെ പേപ്പേഴ്സ്? അതാണ് പ്രിലിമിനറി ഒരു ദിവസം മാത്രം ഉണ്ടാവും. മോർണിംഗ് 9:30 to 11:30, 2 to 4. 2 പേപ്പർ. മോർണിംഗ് പേപ്പർ GK, ആഫ്റ്റർനൂൺ പേപ്പർ ആപ്റ്റിറ്റ്യൂഡ്, മാത്സ്, ഇംഗ്ലീഷ്, ഡെസിഷൻ മേക്കിംഗ് ക്വസ്റ്റ്യൻസ് എല്ലാം ഉണ്ടാവും. എല്ലാം ഒബ്ജക്റ്റീവ്, നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. 0.2 മാർക്സ് ഒരു ക്വസ്റ്റ്യനിന് തെറ്റായി എഴുതിയാൽ 0.66 മാർക്സ് പോകും. ഈ നെഗറ്റീവ് മാർക്സ് ആണ് വളരെ ഡേഞ്ചറസ്. PCL എല്ലാം ഉണ്ടല്ലോ. സോ അതുപോലെ തന്നെ എല്ലാം വളരെ ടഫാണ്. അതാണ് ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ടാണ് ഞാൻ ഫെയിൽ ആയത് 2013. കുറച്ച് കൂടുതൽ അറ്റൻഡ് ചെയ്ത് പോയി. പിന്നെ ഉള്ളത് മെയിൻസ് എക്സാം. മെയിൻസ് എക്സാമിന് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പാണ്. കുറേ പേപ്പറായിട്ട് എഴുതേണ്ടിയ ഒരു എക്സാം. സോ അത് 3 മണിക്കൂർ. മെയിൻസിൽ ഓപ്ഷണൽ സബ്ജക്റ്റ് ഞാൻ പറഞ്ഞില്ലേ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കുട്ടി മലയാളം ലിറ്ററേച്ചർ എടുക്കണമെങ്കിൽ അതിൽ 2 പേപ്പർ എഴുതണം. രാവിലെ ഒരു പേപ്പർ, ഉച്ചയ്ക്ക് ഒരു പേപ്പർ. ഒരു ദിവസം 6 മണിക്കൂർ എഴുതണം. രാവിലെ 3 hours, ആഫ്റ്റർനൂൺ 3 hours. പിന്നെ GK പേപ്പേഴ്സ് തന്നെ 4 പേപ്പർ ഉണ്ട്. അത് പേര് ജനറൽ സ്റ്റഡീസ് എന്ന് പറയും. അത് 4 പേപ്പർ. സോ അഗെയിൻ 3 hours. അത് ഒരു 12 hours 2 ദിവസം. പിന്നെ essay പേപ്പർ, അത് ഒരു പേപ്പർ 3 hours. ഇത് 7 പേപ്പറായല്ലേ. സോ 2 മലയാളം ലിറ്ററേച്ചർ പേപ്പർ, 4 ജനറൽ നോളജ് പേപ്പർ, 1 essay പേപ്പർ. പിന്നെ ഇതല്ലാതെ UPSC എക്സ്പെക്ട് ചെയ്യുന്നത് എഴുതുന്ന എല്ലാവരും ബേസിക് ഇംഗ്ലീഷും ഒരു ലാംഗ്വേജ് ബേസിക്സും അറിയണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ തന്നെ പൊളിറ്റിക്കൽ സയൻസ് ഓപ്ഷൻ എടുത്തു. എല്ലാ പേപ്പറും ഇംഗ്ലീഷിൽ മാത്രമേ എഴുതുന്നുണ്ട്. സോ UPSCക്ക് അറിയണം എനിക്ക് ലോക്കലായിട്ട് ഒരു ഇന്ത്യൻ ലാംഗ്വേജ് എഴുതാൻ അറിയുമോ അറിയില്ലയോ എന്ന് അറിയണം. സോ 2 എക്സ്ട്രാ പേപ്പർ ഉണ്ട്. ഒന്ന് ഇംഗ്ലീഷ്, ഇന്നൊന്ന് ലോക്കൽ ലാംഗ്വേജ്. ഞാൻ തമിഴിൽ എഴുതി, നമ്മുടെ കേരള ആളുകൾ മലയാളത്തിൽ എഴുതാം. സോ അത് 2 പേപ്പർ ഉണ്ട്. സോ മൊത്തം 9 പേപ്പർ എഴുതണം. ഈച്ച് 3 hours. സോ ഇതാണ് ടൈം. സിവിൽ സർവീസ് നിങ്ങൾക്കും സ്വന്തമാക്കാം. സബ് കളക്ടർ NSK ഉമേഷ് IASുമായി വിബ്ജ്യോർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ജെയിംസ് KA നടത്തിയ അഭിമുഖത്തിന്റെ 1-ാം ഭാഗമാണ് ശ്രോതാക്കൾ കേട്ടത്. ഈ പരിപാടിയുടെ 2-ാം ഭാഗം നാളെ ഇതേ സമയം കേൾക്കാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാറ്റുലി 90.4. കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ.